ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ ഒരു വീക്ഷണമാണ്, പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതിനോട് യോജിക്കുന്നവരുണ്ടാവാം, യോജിക്കാത്തവരുണ്ടാവാം. എല്ലാവരും നേരെ കമന്റ് സെക്ഷനിലേക്ക് വിട്ടോ. എന്നിട്ട് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. ജാസ്മിൻ ജയിലിൽ കിടന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ സീസണില്. സിബിൻ ഉള്ള സമയത്ത് പാതിരാത്രി സിമിരിയും ജിൻഡോയും ഒക്കെ എന്തൊക്കെ തെറിയാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ജിൻഡോയുടെ കൂടെ ജയിലിൽ കിടന്നപ്പോഴും അല്ലാത്തപ്പോഴും അയാളെ എന്തൊക്കെ തെറി വിളിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തല്ലിയിട്ടുണ്ട്, കിള്ളിയിട്ടുണ്ട്, ചേഷ്ടകൾ കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇടപെടാതിരുന്ന ബോസണ്ണൻ എന്തുകൊണ്ട് ഇന്ന് മാത്രം ഇടപെട്ടു? വെറുതെ ഒരു തോട്ടാണ്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തുകൊണ്ടായിരിക്കുമെന്ന്. വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ വന്ന് ജാസ്മിനെ വെളുപ്പിക്കുന്നു അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്ന് കുറെ ആയിട്ട് ബിഗ് ബോസ് ഒരു വിമർശനവും പരാതിയൊക്കെ കേൾക്കുന്നുണ്ട് നമ്മളെപ്പോലുള്ള റിവ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്നും. പിന്നെ പ്രേക്ഷകർ കമന്റ് ഇട്ടു ഇത് അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സാധനം ആളിക്കത്തുന്നുണ്ട്, ഈ ഒരു വൈറ്റ് വാഷിങ്, വെളുപ്പിക്കൽ എന്നുള്ള ഒരു സാധനം. നമ്മൾ തന്നെ അത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ആ പരാതി അങ്ങ് തീർത്തു തരാൻ വേണ്ടിയിട്ടാണോ ഇനി ബിഗ് ബോസ് ജാസ്മിനെ ഒന്ന് വഴക്ക് പറഞ്ഞ് ഫയറാക്കാൻ നോക്കിയത്? അല്ല, ബോസണ്ണൻ ഫയറാക്കാൻ ശ്രമിച്ചു, ട്രൈ ചെയ്തു, പക്ഷെ ഒത്തില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ പ്രോമോ ഇട്ടൊരു ഹൈപ്പൊക്കെ ഉണ്ടാക്കി, പക്ഷെ ലൈവിൽ വന്നപ്പോൾ ഒരു ഇമ്പാക്റ്റും തോന്നിയില്ല. ചീറ്റിപ്പോയ നനഞ്ഞ പടക്കമായിട്ടാണ് തോന്നിയത്. വീക്കെൻഡിൽ ലാലേട്ടം വരുമ്പോൾ ജാസ്മിനെ ഒന്ന് ലൈറ്റായിട്ട് ചാടിക്കുക, വെളുപ്പിക്കുന്നു എന്ന പരാതി ലൈറ്റായിട്ട് മാറ്റുക, അത്രയേ നമ്മുടെ ഷോ ഡയറക്ടർ ഉദ്ദേശിച്ചുള്ളൂ. പ്രേക്ഷകർ അതിനനുസരിച്ച് മാനിപ്പുലേറ്റഡ് ആവണം കേട്ടോ, അതാണ് അജണ്ട. ജാസ്മിനെ വഴക്ക് പറയേണ്ട സ്ഥലത്തെല്ലാം ബിഗ് ബോസ് വഴക്ക് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ചോദിച്ചതും അത് കാരണമാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജാസ്മിനെ വഴക്ക് പറയേണ്ട എല്ലാ സിറ്റുവേഷനിലും ബിഗ് ബോസ് ഇടപെട്ടിട്ടുണ്ടോ? ടൈമിങ് തെറ്റി ഇന്ന് ഇടപെട്ടു, അത് പക്ഷെ ചീറ്റി പോവുകയും ചെയ്തു. അതാണ് എനിക്ക് ബോസണ്ണന്റെ ആ ഒരു ഡയലോഗ് കേട്ടപ്പോൾ തോന്നിയത്.